അടുത്ത വർഷം അവസാനത്തോടുകൂടി, അതായത് 2025 അവസാനത്തോടുകൂടി UAE-യിലുള്ളവർക്ക്, എസ്പെഷ്യലി ദുബായിലുള്ളവർക്ക് ഫ്ലൈയിങ് ടാക്സികളിൽ സഞ്ചരിക്കാൻ പറ്റും. ഈ ഒരു കാര്യമാണ് ഇന്നിപ്പോൾ പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കരാറ് ലഭിച്ചിട്ടുള്ള US ബേസ്ഡ് ആയിട്ടുള്ള ജോബി ഏവിയേഷനാണ് ഫ്ലൈയിങ് ടാക്സികളുടെ കാര്യത്തിലുള്ള അപ്ഡേറ്റ് അറിയിക്കുന്നത്. 2025 തുടക്കത്തിൽ തന്നെ ഈ ഫ്ലൈയിങ് ടാക്സികൾ ലോഞ്ച് ചെയ്യും, അവരുടെ സർവീസ് തുടങ്ങും. പക്ഷേ ഇതൊരു കമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ, വാണിജ്യാടിസ്ഥാനത്തിൽ സർവീസ് നടത്തുക എന്ന് പറയുന്നത് ആ വർഷം അവസാനത്തോടു കൂടി ആയിരിക്കും എന്നാണ് ജോബി ഏവിയേഷൻ്റെ CEO തന്നെ വ്യക്തമാക്കുന്നത്. പൈലറ്റിനെ കൂടാതെ 4 യാത്രക്കാർക്ക് ഫ്ലൈയിങ് ടാക്സികളിൽ അറ്റ് എ ടൈം സഞ്ചരിക്കാൻ പറ്റും. മാത്രമല്ല, സാധാരണ കാറിലൊക്കെ നമ്മളൊരു 45 മിനിറ്റൊക്കെ വേണ്ടി വരുന്ന സമയം വെറും 10 മിനിറ്റിനകം നമുക്ക് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. സാധാരണ ടാക്സികളെക്കാൾ തീർച്ചയായിട്ടും നിരക്കുകളിൽ വലിയ വർധനവ് ഫ്ലൈയിങ് ടാക്സികളുടെ കാര്യത്തിൽ ഉണ്ടാവും. പക്ഷേ അടിയന്തര ആവശ്യങ്ങൾക്ക്, ഈ ബിസിനസ് ട്രിപ്പുകൾക്കും മറ്റും ഹ്രസ്വദൂര യാത്രകൾക്കൊക്കെ പോകേണ്ടവർക്ക് ഇതൊരു വലിയ പ്രയോജനമായിരിക്കും എന്ന് തന്നെയാണ് ദുബായ് കരുതുന്നത്. 2027 UAE-യുടെ മണ്ണിൽ തന്നെ ഫ്ലൈയിങ് ടാക്സികൾ നിർമ്മിച്ച് പിന്നീട് അത് കയറ്റുമതി ചെയ്യുന്ന തരത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വിപുലമായിട്ടുള്ള പദ്ധതികളും ഒക്കെ UAE-ക്കുണ്ട്. ഏകദേശം 2000-ത്തിലധികം പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു മേഖലയായിട്ട് അത് മാറും. എന്തായാലും ദുബായിൽ ഫ്ലൈയിങ് ടാക്സികൾ അടുത്ത വർഷം അവസാനത്തോടുകൂടി കമേഴ്ഷ്യൽ സർവീസ് നടത്തും എന്നുള്ള ഒരു കാര്യമാണ്, സ്ഥിരീകരണമാണ് ജോബി ഏവിയേഷൻ അറിയിച്ചിട്ടുള്ളത്. RTA-യുമായി ഇത് സംബന്ധിച്ച് കരാർ ഒപ്പിട്ടിട്ടുള്ളത് ജോബി ഏവിയേഷനാണ്.